ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ടെക്സർ മീഡിയ. ഇന്നത്തെ ഇൻഫർമേഷൻ വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തത് നല്ലൊരു ഇൻഫർമേഷൻ വീഡിയോ ആയിട്ട് തന്നെയാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടതിന് ശേഷം മാത്രം ലൈക്ക് ചെയ്താൽ മതി, ഇഷ്ടപ്പെട്ടാൽ മാത്രം. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ വരുന്ന ബെല്ലൈക്കൺ ഒന്ന് ഞെക്കുക. അതിൽ ഓൾ ഒന്ന് ക്ലിക്ക് ചെയ്താൽ ഞങ്ങൾക്ക് ഇതേപോലത്തെ ഇൻഫർമേഷൻ വീഡിയോസ് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പോൾ നമുക്ക് ഒന്നും വലിച്ചു നീട്ടാതെ തന്നെ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നമ്മളിന്ന് വീഡിയോ എഡിറ്റിങ് നമ്മൾ കാണിച്ചു തരാം, ആപ്ലിക്കേഷൻ കാണിച്ചു തരാം. ചെറിയൊരു സൗണ്ട് പ്രോബ്ലം ഉണ്ടാവും ഇന്ന്. എന്താ വെച്ചാൽ സാങ്കേതിക പ്രശ്നങ്ങൾ കൊണ്ട് ഉള്ളതാണ്, അത് ക്ഷമിക്കുക. അപ്പോൾ നമുക്ക് ആപ്ലിക്കേഷൻ കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് നമ്മൾ ആപ്ലിക്കേഷൻ. ഇത് തുറന്നു വരുമ്പോൾ ഇങ്ങനത്തെ ഇൻ്റർഫേസ് കിട്ടുന്നതാണ്. അപ്പം നമുക്ക് തുറന്നു വരുന്നവരെ വെയിറ്റ് ചെയ്യാം. ഇത്രയും വീഡിയോസ് ഞാൻ എഡിറ്റ് ചെയ്ത് വെച്ചാണ്. നമുക്ക് എഡിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ക്രിയേറ്റ് വീഡിയോ എന്നെല്ലാം എടുക്കുക. നമുക്ക് വീഡിയോസ്, ഫോട്ടോസ്, ജിപ്പ് അങ്ങനെ 3 ഓപ്ഷൻസ് ഉണ്ട്. അവിടെ മേലെ നമുക്ക് ഇഷ്ടമുള്ളൊരു വീഡിയോ ഒന്ന് സെലക്ട് ചെയ്യാണ്. ഞാൻ ഇവിടുന്ന് വീഡിയോ എടുക്കുകയാണ്. 16:9 ഏത് റേഷ്യോയിൽ വേണമെങ്കിലും കൊടുക്കാം കേട്ടോ. ഇവിടെ എത്ര ഞാൻ 16:9 എടുത്ത് ക്രിയേറ്റ് പ്രൊജക്റ്റ്. വെയിറ്റ് ചെയ്യാം. നമുക്ക് ഇവിടെ ഇങ്ങനത്തെ ഇൻ്റർഫേസ് കിട്ടും. ഇവിടെ സ്റ്റിക്കേഴ്സ് ഉണ്ട്, മോഷൻ സ്റ്റിക്കേഴ്സ് ഉണ്ട്. അതിൽ നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ ഇങ്ങനത്തെ ഓരോ സ്റ്റിക്കേഴ്സ് ഉണ്ട്. പിന്നുള്ളത് ഫ്രെയിംസ് ഉണ്ട് കേട്ടോ. എങ്ങനത്തെ ഫ്രെയിംസാണ് നമുക്ക് ആഡ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആഡ് ചെയ്യാം. പിന്നെ ഉള്ളത് ടെംപ്ലേറ്റ്സ് ആണ്. അപ്പോൾ ഈ ഒരു എഫക്ട്സ് ഇവിടെ കൊടുക്കണമെന്നുണ്ടെങ്കിൽ കുറേ ടെംപ്ലേറ്റ്സ് ഉണ്ട്. അങ്ങനത്തെ കുറേ ടെംപ്ലേറ്റ്സ് ഉണ്ട്. ഇതൊരു കംപ്ലീറ്റ് ട്യൂട്ടോറിയൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. എന്നാൽ ട്യൂട്ടോറിയൽ ഞങ്ങൾക്ക് ഞാൻ ഇടുന്നതാണ്, അല്ലെങ്കിൽ വെറുതെ എനിക്ക് പരിചയപ്പെടുത്തി തരുന്നതായിരുന്നു. ടെക്സ്റ്റിലേക്ക് പോവുകയാണെങ്കിൽ ടെക്സ്റ്റ് ഇവിടെ നമുക്ക് കുറേ തരം ടെക്സ്റ്റുകളുണ്ട്. ഇതുണ്ട്, നമുക്ക് ഇഷ്ടപ്പെട്ട ബാക്ക്ഗ്രൗണ്ടൊക്കെ ഉണ്ട്. അതൊക്കെ ഉണ്ട്. ഇതിൽ ഒന്ന് സെലക്ട് ചെയ്തിട്ട് ഒരു ഡബിൾ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ടെക്സ്റ്റ് ആഡ് ചെയ്യാം. ഒരു കണ്ണ് കൊടുക്കാം. പിന്നെ പീപ്പ് എന്നുള്ള സ്ഥലത്തുണ്ട്, നമുക്ക് ഇമേജ് ആഡ് ചെയ്യാം. ജിഫും പീപ്പ് എന്ന് എല്ലാവർക്കും മനസ്സിലായി കാണും. നമുക്ക് ഈ ഒരു സ്ക്രീനിൻ്റെ മുകളിൽ തന്നെ സൈഡിലൊരു വീഡിയോയും കൂടി കൊണ്ടുവെക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഞാൻ എക്സാമ്പിളായിട്ട് കാണിച്ചു തരാം. ഒരു ഇൻ്റർ ഇമേജ് തന്നെ ആയിക്കോട്ടെ, നമുക്ക് ഇഷ്ടമുള്ള സ്ഥലത്തൂടെ കൊണ്ടുവെക്കാം. ഓക്കെ. പിന്നെ ജിഫു അതേമാതിരി ആഡ് ചെയ്യാവുന്നതാണ്. വീഡിയോ മാത്രം ആഡ് ചെയ്യാൻ കഴിയില്ല. വീഡിയോ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു പൈസ കൊടുക്കണം. അതിൻ്റെ ഒരു പറയുന്ന എമൗണ്ട് കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ആഡ് ചെയ്യാൻ കഴിയുകയുള്ളൂ. പിന്നെ ഫിൽറ്റേഴ്സ് ഉണ്ട്, ഇഷ്ടംമാതിരി ഫിൽറ്റേഴ്സ് ഇവിടെ നമുക്കിവിടെ കാണാം കണ്ടോ. പിന്നെ കുറേ നമുക്ക് ലോക്ക് ചെയ്ത ഫിൽറ്റേഴ്സാണുള്ളത്. അതൊക്കെ ക്യാഷ് കൊടുത്താൽ കിട്ടും. ക്യാഷ് കൊടുക്കാതെ തന്നെ നമുക്കിവിടെ നല്ല ഫിൽറ്റേഴ്സ് കൊണ്ട് ഒക്കെ ചെയ്യാം. ഓക്കെ. പിന്നെ വോളിയത്തിൻ്റെ കാര്യമാണെങ്കിൽ ഓഡിയോയിലേക്ക് വരാം. അപ്പോൾ ഈ ഒരു വീഡിയോയുടെ ഓഡിയോ നമുക്ക് കേൾപ്പിച്ചു തരാം. 100% ഈ വീഡിയോയുടെ ഓഡിയോ അത് നമുക്ക് കൂട്ടായിരുന്നു കണ്ടോ. ഓഡിയോ ക്വാളിറ്റി നമുക്ക് 500% ഇതിൽ വരെ തന്നെ നമുക്ക് ഈ ഒരു ഓഡിയോ ക്വാളിറ്റി വർദ്ധിപ്പിക്കാൻ കഴിയും. പിന്നെ ഉള്ളത് ആനിമേഷനാണ്.
കണ്ടോ അങ്ങനെ ഒരു ആനിമേഷൻ ചെയ്യാൻ കഴിയുന്നതാണ്. സ്പീഡ് കൂട്ടാം, പിന്നെ ക്രോമാക്കി ഉപയോഗിക്കാവുന്നതാണ്. ഓക്കെ, ക്രോമാക്കി ഉപയോഗിക്കാം. അപ്പോൾ ക്രോമാക്കി ഉപയോഗിക്കുന്നില്ല. എന്താ പിന്നെ ഇത് ബ്ലറർ, എത്ര വേണമെങ്കിൽ നമുക്ക് ബ്ലററാക്കാം. ചില വീഡിയോ ബ്ലററാക്കേണ്ട ആവശ്യം വരും, അതുകൊണ്ട് ബ്ലററാക്കാം. പിന്നെ എന്ന് വെച്ചാൽ പിന്നെ ഇതാണ് മെയിൻ എഡിറ്റിങ്ങിൻ്റെ കാര്യങ്ങളാണ്. പിന്നെ വോയിസ് റെക്കോർഡ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇവിടെ നമുക്ക് നെറ്റ് പിടിച്ച് കഴിഞ്ഞാൽ റെക്കോർഡ് ചെയ്യാം. ടൈം ഇതാക്കി കഴിഞ്ഞാൽ എഡിറ്റ് ചെയ്തു. സൗണ്ട് എഫക്ട്സ് കുറേ സൗണ്ട് എഫക്ട്സ് കൊടുക്കുന്നുണ്ട്. അതിവിടെ കാണില്ല. കുറേ കിട്ടുന്ന കുറേ എഫക്ട്സുകളുണ്ട്. ഡൗൺലോഡ് ചെയ്യാം, വീഡിയോയിലേക്ക് ആഡ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് തന്നെയാണ് വിചാരിക്കുന്നത് നിങ്ങൾക്ക്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവർക്കും ഷെയർ ചെയ്യാൻ മറക്കരുത്. ഈ ഇൻഫോർമേഷൻ വീഡിയോ നിങ്ങൾ എല്ലാവർക്കും ഷെയർ ചെയ്യുക. പിന്നെ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇതിൽ നല്ലൊരു വീഡിയോ ആയി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.